പിണറായി വിജയൻ എന്ന ഭരണാധികാരി എത്രത്തോളം ബി.ജെ.പിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ ഇത്രത്തോളം ആവേശം കാണിക്കുന്നത് എന്തിനാണെന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ട കാര്യമാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാനും തനിക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് തലയുരാനും വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തരം താണ രാഷ്ട്രീയം കളിക്കുന്നത് എന്നാണ് സതീശൻ അക്കമിട്ട് നിർത്തുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂരിൽ ബാങ്ക് തട്ടിപ്പ് കേസ് വെച്ച് ഇ.ഡി. ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും കേന്ദ്രം വരച്ച വരയിൽ നിർത്തുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വന്തം സഖ്യകക്ഷിയായ CPI നേതാക്കളെ പോലും കബളിപ്പിച്ചുകൊണ്ട് രഹസ്യമായി കേന്ദ്രവുമായി ഒപ്പിട്ട ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് സതീശൻ തെളിവ് സഹിതം തുറന്നു കാട്ടുന്നുണ്ട്. രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ നോക്കുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. ഇ.ഡി. 55 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും തളരാത്ത പോരാളിയാണ് രാഹുൽ ഗാന്ധി. എന്നാൽ സ്വന്തം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബി.ജെ.പിയുടെ പാദസേവ ചെയ്യുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്നാണ് സതീശൻ ആഞ്ഞടിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ആരാണ് യഥാർത്ഥ പോരാളിയെന്നും ആരാണ് ഡീൽ രാഷ്ട്രീയക്കാരനെന്നും. വി.ഡി. സതീശന്റെ ആ പവർഫുൾ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ഇ.ഡിയെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാര് അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചുവെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചുവെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പൊ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ഇ.ഡി. ചോദ്യം ചെയ്തത്. എന്താ ധാരണ പുറത്താണോ? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ഇ.ഡി. സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും ശ്രീ രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് ഡീലായിരുന്നോ? പറയുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേരെ വേണ്ട. അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതിശയകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെങ്കിൽ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPMകാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. സെക്രട്ടേറിയറ്റിൽ ഒരു CPM നേതാവ്, നന്ദകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഓർമ്മ,
അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന മറുപടി എൻ്റെ ഓഫീസിലിരിക്കുന്നത് തിരുവനന്തപുരത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സെക്രട്ടേറിയറ്റിലെ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവർ വേട്ടയാടിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം